നിനക്ക് എഴുതുന്ന അവസാനത്തെ കത്താണ് മകനെങ്കിലും ഒരിക്കലും സാറ് പറ, ഈ ജാതി കത്തയക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? ഹായ്, സാറ് വലിയ വക്കീലല്ലേ, ഉത്തരം പറ സാറേ. അതിപ്പോ സാറ് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പറയാം. ഇതിന്റെ പിന്നില് ഒരാളുണ്ട്. ആര്? വേറെ ആര്? ആ പരട്ടക്കിഴങ്ങനെ അവിടെ ഭർത്താവ്. എന്നീ കത്തിൽ എഴുതിയിട്ടുണ്ടോ? ഹായ്, എന്തുകൊണ്ടാ സാറേ എഴുതണേ? ഇതൊക്കെ ആലോചിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ആനയാണ്, കുതിരയാണ്, തേനാണെന്നൊക്കെ ആദ്യം പറഞ്ഞ പെണ്ണ് ഇപ്പൊ കല്ലാണ്, കരടാണ്, കാഞ്ഞിരക്കുറ്റിയാണെന്നൊക്കെ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ അവനല്ലാണ്ട് പിന്നെ ആരുള്ളത്? അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ സാറേ? സാറിന്റെ കേസ് വാദിച്ചാ മതിന്ന്. സാറെന്തുകൊണ്ടാണ് ചിരിച്ചു തള്ളിയത്? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അയാളും അവളും തമ്മിൽ ഒരു ചേർച്ചില്ല സാറേ. അത് രാജൻ എങ്ങനെ അറിയാം? അത് അയാളെ പറ്റി ഏകദേശമൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പെണ്ണ് അസലായിട്ട് ബുക്കുകൾ വായിക്കണ കൂട്ടത്തിലാ സാറേ. എഴുതണ കത്തിലൊക്കെ അജാതി കോട്ടിങ്സ് ആണ്. അവക്ക് ഇത്ര ബുദ്ധി കിട്ടിയത് അവിടെ അപ്പൂപ്പന്റെ കയ്യിൽ നിന്നാ. മൂപ്പര് ഈച്ചഡാവുന്നില്ലട്ടാ, വലിയ പേര് കേട്ടാളാ. അങ്ങനെ പടായപ്പോ ആളുടെ ബുക്കല്ല നമ്മടെ പെണ്ണിനെ കൊടുത്തേ. അത് മുഴുവൻ വെക്കണമെങ്കിൽ തന്നെ ഫ്ലാറ്റിന്റെ ഒരു മുറി ഫുള്ള വേണമെന്ന്. അവിടെ ഭർത്താവാണെങ്കില ഓഫീസ് വിട്ട സ്ഥല കച്ചവടം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. കാര്യം ഞാനൊരു ഏഴാങ്കുല സാറേ. ആ എന്നോട് അവക്കൊരു ഇത് തോന്നണമെങ്കിൽ അവിടെ ഭർത്താവ് എന്തോരം വലിയ ചെറ്റയാവുന്നു സാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാൾക്ക് അവളോട് സ്നേഹമൊന്നുമില്ല സാറേ. ആകെ ഉണ്ടായിരുന്നൊരു കുട്ടി ചാവാൻ തന്നെ കാരണം അയാളാ. തന്നെ തന്നെ എങ്ങനെ അവർക്കറിയാം? അത് സസ്പെൻസ് ആണ്, നേരി കാണുമ്പോ പറയാന്നാ പറഞ്ഞിരിക്കണേ സാറേ. എഴുതിയ 6 കത്തിലും എപ്പോഴും എന്നെ തന്നെ ഓർത്തോണ്ടിരിക്കണോന്ന് എഴുതിയ പെണ്ണ് ഈ കത്തില് ഇനി ഞാൻ ഒരിക്കലും എഴുതില്ല എന്ന് പറയണെങ്കിൽ അതിന്റെ പിന്നിൽ തെണ്ടിയാവില്ല സാറേ. ഒരു കാര്യം ഉറപ്പാട്ടാ, അവളൊരു വാക്കാ പറഞ്ഞ അവനെ കൊന്നിട്ടായാലും ഞാൻ അവളെ കെട്ടും. അവക്ക് വേണ്ടി ഞാൻ അത്രയ്ക്ക് നന്നായി പോയി സാറേ. ഇനി മാറാൻ പറ്റില്ല. അതുകൊണ്ടാ തൽക്കാലം ഈ കത്ത് എന്റെ കയ്യിലിരിക്കുന്നുണ്ട്, വിരോധമൊന്നുമില്ല. അത് വേണ്ട സാറേ, എന്റെ കയ്യിലുള്ള ആകെ ഒരു തെളിവായത്. ബാക്കി പെങ്ങളെ വിശേഷം കത്തിച്ച് കളഞ്ഞേ. അതല്ല, ഞാൻ തന്നെ വക്കീലല്ലേ, പേടിക്കൊന്നും വേണ്ട. ഒന്നും ശരിയാവില്ല സാർ, ഇങ്ങോട്ട് തന്നേക്ക്. താൻ നാളെ കാലത്ത് ഓഫീസിലേക്ക് വന്നേക്ക്. അവിടെ വെച്ച് നമുക്ക് ഈ കത്തിനൊരു പരിഹാരം ഉണ്ടാക്കാം. സത്യാണല്ലോ അല്ലേ? സത്യം. ചെല്ല് ചെല്ല്. വളർന്നു വന്ന സാഹചര്യം, ഒറ്റയ്ക്കായതുകൊണ്ട് പുസ്തകങ്ങളെയും അതിലെ ലോകത്തെയും ആവശ്യത്തിൽ കൂടുതൽ യാഥാർത്ഥ്യമായി കണ്ടത്, സർവോപരി കുട്ടിയുടെ മരണം. അതിന് കാരണം മനോജാണെന്ന തോന്നൽ. ഭാവനയുടെ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവാം. പക്ഷേ അതൊരു ദിവസം കൊണ്ടുണ്ടായതല്ല, ഒരുപാട് നാളുകൊണ്ട് ഗ്രാജുവലായി രൂപപ്പെട്ടു വന്നതാണ്. ആ ചേഞ്ച് സാധ്യമേ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ താൻ പിന്നെ എന്ത് ഭർത്താവാടോ? അവളെപ്പോഴും അവളുടേത് മാത്രമായിട്ടുള്ളൊരു ലോകത്തായിരുന്നു ഡോക്ടർ. അവൾക്ക് സന്തോഷം അതാണെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. എല്ലാവർക്കും അവരവരുടേത് മാത്രമായ ലോകമുണ്ട് മനോജ്. അതിനോടൊപ്പം പൊതുവായൊരിടം കൂടി എല്ലാവർക്കും വേണ്ടി പങ്കിട്ടെടുക്കുമ്പോഴാണ് കുടുംബം എന്ന വാക്കിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഇല്ലാത്ത ഒരാളുമായി ഭാവന സംസാരിക്കുന്നു എന്ന് മനോജ് പറയുമ്പോൾ സംഭവിക്കുന്നത്, ഭാവന അവൾ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരാളെ മുന്നിൽ കാണുകയാണ്. ദാറ്റ് മീൻസ് എ വിഷ്വൽ ഹാലുസിനേഷൻ. സ്കിസോഫ്രാനിക്കായ ചില രോഗികളിൽ ഇത്തരം അവസ്ഥ കണ്ടുവരാറുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് മാത്രം കാണാവുന്ന ഒരു ലോകം അവർ സൃഷ്ടിക്കും, അവർക്ക് മാത്രം സംസാരിക്കാവുന്ന കഥാപാത്രങ്ങളെയും. അപ്പോ അവൾ ഈ രാജൻ എഴുതുന്ന കത്തുകളോ? അത് അവളുടെ ഭാവനയിലെ പുരുഷ രൂപത്തിന് വേണ്ടി മനസ്സ് കണ്ടെത്തുന്ന ഒരു ലോജിക്കൽ സപ്പോർട്ടായി കണക്കാക്കാം. മനോജിനോടുള്ള ദേഷ്യമോ വാശിയോ അല്ലെങ്കിൽ മനോജിനുണ്ടെന്ന് അവർ സംശയിക്കുന്ന മറ്റ് ബന്ധങ്ങളോടുള്ള പകരം വീട്ടിലോ ആയി അതിനെ കണ്ടാൽ മതി. കൂടുതൽ കൃത്യമായൊരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ എനിക്ക് ഭാവനയുമായൊരു കൺസൾട്ടേഷൻ വേണം. ഇനിയും ഒരു അരൂപിയുമായി ഭാവന സംസാരിക്കുന്നു എന്ന് കണ്ടാൽ താനില്ലാത്തപ്പോൾ എന്തിനാണ് അയാൾ അവിടെ വന്നതെന്ന് ഭാവനയോട് ചോദിക്കുക. ലെറ്റ്സ് സീ ഹൗ ഷി റിയാക്ട്സ്. പോയില്ലേ? താൻ പോയിട്ട് പിന്നെ വാ. രാജ ഇവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് ഒരു കാര്യമില്ല.
എപ്പോഴാ വരാൻ പറ്റുക അറിയില്ല എന്ന് സാർ ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞോളൂ. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണത്? ഹൈ, ഞാൻ എന്റെ സ്വന്തം കാലം നിൽക്കുന്നതിന് സാറിന് എന്തൊരു ബുദ്ധിമുട്ടുള്ളത്? സാറിന്റെ പണി നോക്ക് സാറേ. ഇത് വലിയ കുരിശാലേ ഇപ്പോ. ഹൈ, അയാൾ അവിടെ നിന്നോട്ടെ പ്രിയ. പ്രീതി, ഇയാളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടാനാ സാർ പറഞ്ഞത്. എന്തിന്? ചിലപ്പോ ഫീസ് കിട്ടാണ്ടാവും. അപ്പൊ പിടിച്ചു നിർത്തുവല്ലേ വേണ്ടത്? ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞത്. ദേ സാറ് വരുന്നു, നേരിട്ട് ചോദിച്ചു. ആ നമസ്കാരം സാറേ. ഇയാളെ പറഞ്ഞു വിടാനാണോ അതോ പിടിച്ചു നിർത്താനാണോ പറഞ്ഞത്? എനിക്ക് സംശയമില്ലട്ടാ, നിർത്താൻ തന്നെ ആവും. എന്തായി സാറേ, എത്ര നേരം അറിയാം ഞാൻ കാത്തു നിൽക്കണത്. സാറിന് ആളെ പിടികിട്ടിയ പുള്ളിക്കാരനെ പുറകിലത്തെ മുറിയിലേക്ക് പറഞ്ഞു വിട്. സാറും തൊട്ട് പറഞ്ഞേ കിട്ടിയ കിട്ടി. നീ എന്താ ഇവിടെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ചെല്ല് ചെല്ലട്ടോ. രാജന് ഈ കുട്ടി എത്ര കാലമായിട്ട് അറിയാം? എനിക്കല്ല സാറേ, ആൾക്ക് എന്നെയല്ലേ കാലങ്ങളായിട്ട് അറിയണേ. ഞാൻ ജയിലിൽ കിടന്നപ്പോഴാണല്ലോ ആളുടെ ആദ്യത്തെ കത്തെനിക്ക് കിട്ടിയേ. അതായത് ഏകദേശം ഒരു മാസം അല്ലേ? പക്ഷെ ഈ പ്രേമത്തിന്റെ കാര്യത്തില് ദിവസവും മാസവും ഒന്നും ഇല്ല കേട്ടോ സാറേ. 10 കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിക്കണവര് ഈസി ആയിട്ട് ഇട്ടിട്ട് പോണല്ലേ. ഇതൊരു ഫീലാണ് സാറേ. നമ്മുടെ ലിബിയലിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ജാതി പ്രിന്യാസം. എന്ന് വെച്ചാ എന്നെ ആരും ഇതുവരെ ഇങ്ങനെ ഒന്നും സ്നേഹിച്ചിട്ടില്ല സാറേ. പക്ഷേ ആ കുട്ടിയെ സ്നേഹിക്കാനായിട്ടേ അവൾക്കൊരു ഭർത്താവുണ്ട്. പക്ഷെ അതെനിക്കൊരു പ്രശ്നമല്ലല്ലോ. അവൾക്ക് അയാളെ ഇഷ്ടല്ലേ സാ. അയാൾ എത്ര ഇഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ടാ സാറേ കാര്യം? അവളൊരാളുടെ പിന്നെ ഭാര്യയാണ് മിസ്റ്റർ രാജൻ. ആരുടെ ഭാര്യയാണ്? എനിക്ക് ചീള് കേസാണ് സാറേ. ഞാൻ പറഞ്ഞില്ലേ, മനസ്സില് അത്രയ്ക്ക് അങ്ങോട്ട് കൊണ്ട് നടക്കാണ് സാറേ. ഇനി അത് ഇറക്കി വെക്കാൻ പറ്റില്ല. അതായത് രാജൻ ഈ കാര്യത്തിന്റെ സീരിയസ്നെസ് അറിയാൻ വയ്യാത്തോണ്ടാ. ആ കുട്ടിയുടെ ഭർത്താവ് അങ്ങനെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ അപ്പൊ താൻ അകത്താ. ഹൈ, അങ്ങനെ അകത്താകാണ്ടിരിക്കാനല്ലേ ഫീസ് നിന്ന് സാറിന് നിർത്തിയിരിക്കണേ. അവക്ക് അയാളല്ലേ എന്നെയാണ് ഇഷ്ടം കോടതിയിൽ പറഞ്ഞാൽ തീർന്നില്ല സാറേ കേസ്. എന്ത് പറ്റി സാറേ? ഏയ് ഒന്നുമില്ല. അതായത് ചിലപ്പോ ഇനി അവളിത് തമാശക്ക് ചെയ്തതാണെങ്കിലോ, സീരിയസ് അല്ലാതെ ഒരു കോമഡിക്ക്. അങ്ങനെയാണ് ഞാൻ കൊല്ലും. സത്യ സാറേ, എന്നെ ആക്കിയിട്ട് പോണുള്ള പരിപാടി വെച്ചാ അവളെ ഞാൻ പട്ടാക്കും. എന്നാ കൊല്ലടാ, കൊല്ലടാ, കൊന്നിട്ട് പോടാ. സാറെന്തുകൊണ്ടാ ചൂടാവണേ? ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ സാറേ കത്ത് വാങ്ങി പോന്നത്? എന്റെ പരിഹാരം എന്ന് പറയുന്നത് ഇതാ. ഇങ്ങനൊരു പെണ്ണിനെ ഇന്ന് മുതൽ നിനക്ക് അറിയില്ല. അവൾ ആരാണെന്ന് നീയൊട്ട് അന്വേഷിച്ച് നടക്കാനും പോണില്ല. പിന്നെ സാറിന്റെ അപ്പനല്ലേ സാറെന്തിങ്ങനെ റൈസ് ആവണേ? ഞാൻ പ്രേമിക്കണ സാറിന്റെ ഭാര്യൊന്നുമല്ലോ. അല്ല, ആരാടാ പറഞ്ഞത്? അല്ല, എന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ. അപ്പൊ സംഗതി ഈസിയല്ലേ സാറേ? അവനോട് ഒഴിഞ്ഞോളാൻ പറ. അപ്പൊ കാര്യം കോംപ്രമൈസ് ആയി. സാറേ വേണ്ടട്ടാ, നമ്മൾ തമ്മിൽ കോംപ്രമൈസ്. സാർ ഇനി ഈ കേസിൽ ഇടപെടണ്ട, സ്കൂട്ടായി. ബാക്കി കാര്യം ഞാനാ നോക്കണം. സാറെ കത്തിങ്ങ കത്ത് ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി. കത്ത് വീട്ടിൽ വെച്ച് പിന്നെ പോക്കിൽ എന്താ സാറുള്ളത്? സാറേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി കാര്യത്തിൽ ഇടപെടേണ്ടല്ല. ഈ രാജന് ശരിക്കുള്ള സ്വഭാവം അറിയട്ടാ. അടുത്ത കൊന്നോളെ ഞാൻ. സാറിപ്പൊ കാണിക്കണത് തറപ്പണിയാ. പക്ഷെ ഈ രാജൻ തറയാവണില്ല. കാര്യം എന്താണെന്നറിയാവോ? ഞാൻ അവക്ക് വേണ്ടി നന്നായി പോയി. പക്ഷെ ഇനി നിവർത്തില്ല കേട്ടില്ല. ഈ രാജൻ വീണ്ടും കൂറെ ഓട്ടാ. കൊന്നോളെ ഞാൻ. എന്നെയല്ലടാ കത്ത് പോയി അവനെ പിടിക്കാൻ. സാറേ അങ്ങോട്ട് പോട്ടെ സാറേ. വെല്ലോന്റെ ഭാര്യ പ്രേമിക്കുന്നതിന് നമുക്കെന്താ സാറേ? വണ്ടി എടുത്ത പോയി. സാധനം പോയി കിട്ടി. അങ്ങോട്ട് പോട്ടെ സാറേ. കച്ചറ ടീമാ, നമുക്ക് ഇടപെടാൻ പറ്റില്ല. അല്ല സാറേ, ഇത് സാറിന്റെ ഏത് ഫ്രണ്ടിന്റെ ഭാര്യ? മനസ്സിലായ? ഏത് ഫ്രണ്ടാണാവോ? ഇങ്ങനെ കിക്കിരിക്കും. ഇതിൽ എന്തൊരു തേങ്ങയുള്ളത്? എടാ അത് മനസ്സിലാവണമെങ്കിൽ തട്ടുമേ പാക്കടായിരിക്കണം കേട്ടാ. എടാ ആ പെണ്ണ് നിന്നെ ശരിക്കും പറ്റിക്കായിരുന്നു. എന്തുട്ട്? അവളുടെ പേരെന്താ നീ പറഞ്ഞേ? മായ. നിന്റെ പേര് രായനെന്നല്ലേ? നീ രായനെന്ന് പേരെഴുതിട്ട് റപ്പായി ഒപ്പിടുവോ? പിന്നെന്തിട്ട് അവള് മായെന്ന് പേരെഴുതിട്ട് ഭാവന ഒപ്പിട്ടെ? ഇതേ നോക്കിയേ. ഒരു കാര്യം ഉറപ്പാ, ഒന്നുകിൽ അവളുടെ പേര് ഭാവന എന്നാണ്, അല്ലെങ്കിൽ 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 അവിടെ ശരിക്കുള്ള പേര് ഭാവന എന്നും
വിളിക്കുന്ന പേര് മായൊന്നും ആവും. അളിയോ, എന്റെ തട്ടുമ്പുറത്ത് ഏതാണ്ട് കിടന്ന് കിലുങ്ങലുണ്ടട്ടാ. അതെന്തുട്ടത്? ആ വക്കീലിന്റെ ഭാര്യയുടെ പേരെന്തുണ്ടെന്ന് പറഞ്ഞേ. എന്തേ? അല്ല, ഇനിയിപ്പോ ഈ ഭാവന അയാളുടെ തന്നെ ഭാര്യയാണെങ്കിലോ? നമുക്ക് ആ വഴിക്കൊന്ന് അന്വേഷിച്ചൂടെ? ലിബിയളിയൻ എന്താളിയാ കലക്കിട്ടാ. അങ്ങനെയാണെങ്കിൽ ആ വക്കീലിനിട്ട് ഞാൻ ഒരു കറക്കിറക്കൂട്ടാ. അവനെ വിചാരിച്ചാണോ നിന്റെ ഈ സ്റ്റുപ്പിഡ് ഇഡിയോട്ടിക് ധർമ്മസങ്കടം? അതും സത്യം. സത്യം പറയാൻ മരണം അടുക്കുന്നത് വരെ കാത്തു നിൽക്കണമെന്നില്ലല്ലോ. ശപിക്ക്. എന്നെയല്ല, ജീവിതം എനിക്ക് തിരിച്ചു തന്ന മഹാശക്തി ഏതോ അതിനെ ശപിക്ക്. അന്ന് നിന്നെ വിചാരിച്ച് മാത്രമായിരുന്നു എന്റെ ദുഃഖം. ഇനി ഞാനുണ്ട്, എന്നും നിനക്ക് ഞാനുണ്ട്. ക്ഷോഭത്തിൽ ഞാൻ എന്റെ പൊന്നുമോളെ. എന്നെ തുടരുത്. ഒരേ ദിവസം രണ്ടാളുടെ മെത്ത പങ്കിടുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നും. ഏൽപ്പിച്ചാൽ അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞു. മായ, രാജ് ഇവിടെ? മായ ഓർത്തു ഞാൻ വന്നു. ഈ അലാവുദ്ദീന്റെ ഭൂതത്തെ പറ്റി കേട്ടിട്ടില്ലേ? ഞാനൊരു കത്തയച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ നേരിൽ വന്നത്. വരണ്ടാന്ന് എഴുതിയിരുന്നല്ലോ. പക്ഷേ വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ശരിയല്ലേ? ഞാൻ നിങ്ങൾക്ക് സ്വമേധ എഴുതിയതല്ല. എന്നെ എഴുതാൻ നിർബന്ധിച്ചത് മായയാ. അവളുടെ പേരിൽ. ഞാൻ മായയല്ല, ഭാവനയാണ്. മായ, സോറി, ഭാവനയുടെ സ്വകാര്യതയിലേക്ക് ഞാനൊന്ന് ട്രെസ്പാസ് ചെയ്തു. വിരോധമില്ലല്ലോ? ഇനി ഒരിക്കലും രാജ് വരില്ലെന്നാ ഞാൻ കരുതിയത്. എന്തുകൊണ്ടാണ് ഞാൻ ഇനി വരണ്ട എന്ന് എഴുതിയത്? അത് മനോജിനെ നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് രാജുമായി ഇങ്ങനെ ഒരു അടുപ്പം ഉണ്ടെന്ന് അറിഞ്ഞാൽ മനോജ് ആകെ തകർന്നു പോവും. ഞാൻ രാജിന് പല കത്തുകളും എഴുതിയിട്ടുണ്ട്. വളരെ വ്യക്തമായി എൻ്റെ ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അതൊക്കെ മനോജിനോടുള്ള എൻ്റെ ആ സമയത്തെ ദേഷ്യം കൊണ്ടുകൂടിയായിരുന്നു. രാജിനോട് പൊറുക്കണം, എന്നെ മറക്കണം, പ്ലീസ്. എന്റെ അപേക്ഷയാണ്. രാജ്, ദേവി ഇതെന്നെ മനസ്സിലാക്കണം. ശരി, ഭാവനയുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എന്റെ മനസ്സും ഭാവന അറിയണം.
മതി, ഇനി പറയണ്ട. ഐ എം സോറി രാജ്, ഐ എം വെരി സോറി. ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. രാജ് എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാ. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇനിയും എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ. ഞാൻ എന്നും രാജിന്റെ നല്ല ഫ്രണ്ടായിരിക്കും. പക്ഷെ അതെല്ലാവരും അതേ സ്പിരിറ്റിൽ മനസ്സിലാക്കണമെന്നില്ല. പ്ലീസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. എല്ലാവരെയും വിഷമിപ്പിച്ച് എനിക്ക് മാത്രമായി സന്തോഷിക്കണ്ട രാജ്. ഭാവന, രാജ് രാജ് പ്ലീസ്. മനോജ എനിക്ക് പ്ലീസ്. അവിടെ രാജ് നടക്ക്. മനോജ് ഇപ്പൊ വരും. പ്ലീസ്. ഭാവന, നീ ഇവിടെ ആരോടാ സംസാരിക്കുന്നു? ഇല്ല, ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോ. ഏയ്, ഞാൻ അവിടെ കേട്ടത് നീ ആരോടോ സംസാരിച്ചു. അതാരാണെന്ന് എനിക്കറിയണം. ഞാൻ ആരോടും സംസാരിച്ചില്ലെന്ന് പറഞ്ഞില്ലേ? വെറുതെ കള്ളം പറയരുത്. ഇങ്ങോട്ട് മാറി നിൽക്ക് ഭാവന. ഇതെന്റെ പ്രൈവറ്റ് റൂമാണ്. ഇവിടെ കയറാൻ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല. മനോജ് പോണ പുറത്ത്. നീ ആരോടാ സംസാരിച്ചെന്ന് ഇന്ന് എനിക്കറിയണം. മാറി നിങ്ങൾ നിൽക്ക്. ആരോടൊക്കെ സംസാരിക്കുന്നത് ഞാൻ അന്വേഷിക്കാറില്ലല്ലോ. ഞാൻ ആരോട് മിണ്ടണമെന്നത് എന്റെ അത് ഇഷ്ടമാണ്. ഞാൻ നോക്കിക്കോളാം. മാറി നിൽക്ക്. മനോജ് പറ്റില്ല. ഇവിടുന്ന് പോണത് എന്റെ റൂമാണ്. മനോജ് പോണ വെളിയില് പറ്റില്ല. ഭാവന വിടാൻ. പറ്റില്ല. മനോജ് നീ പോ. സംസാരിച്ചത് ആരോടാണെന്ന് എനിക്ക് അറിയണമെന്നല്ലേ പറഞ്ഞത്. ഭാവന, ഭാവന, ഏയ് ഭാവന, ഭാവന, ഏയ് ഭാവന, 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 ഏയ് ഭാവന, എന്തു പറ്റി? ഭാവന, ഭാവന. ഭാവനയുടെ സങ്കല്പത്തിലുള്ള ആ അദൃശ്യ കഥാപാത്രം ഇനിയൊരിക്കലും അവളുടെ ലോകത്തിലേക്ക് വന്നില്ല എന്ന് വരാം. പക്ഷേ ചിലപ്പോൾ, ഞാൻ മനോജിനെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ചിലപ്പോൾ ആ സന്ദർശനങ്ങൾ നിരന്തരമായി ആവർത്തിച്ചേക്കാം. അങ്ങനെ മുഴുവൻ സമയവും സങ്കല്പത്തിലുള്ള ഒരു കഥാപാത്രവുമായി ഇടപഴകുന്ന ഒരാളായി ഭാവന മാറിയാൽ ഒരുപക്ഷെ നിങ്ങളെ കാണുമ്പോൾ പോലും അവൾക്ക് അയാളെ കാണുന്ന പോലെ തോന്നിയേക്കാം. ഭാവനയുടെ മനസ്സിലുള്ള ആ കഥാപാത്രത്തെ അംഗീകരിക്കാൻ മനോജ് തയ്യാറാവണം. എന്നുവെച്ചാൽ രാജ് എന്ന പുരുഷനെ ഒഴിവാക്കാനാവില്ല എന്ന് ഭാവന പറഞ്ഞാൽ മനോജ് അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയണം. ഒരുപക്ഷെ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നതിലുള്ള കുറ്റബോധം ആ കഥാപാത്രത്തെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ഭാവനയെ പ്രേരിപ്പിച്ചേക്കാം. അതാണ് ഭാവനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ്. ഞാനല്ല, നിങ്ങളാണ് അവളുടെ ഡോക്ടർ. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ചിയർ അപ്പ്. വെള്ളം വേണോ? തലവേദനിക്കുന്നുണ്ടോ? എനിക്കെന്താ പറ്റിയത്? ഏയ്, ഒന്നുമില്ല. ഒന്ന് തലകറങ്ങി വീണു, അത്രേ ഉള്ളൂ. എങ്ങനെ? എപ്പോഴാ? ഇന്നലെ നിന്റെ ഫ്രണ്ട് രാജുമായിട്ട് നീ സംസാരിച്ചിരിക്കുമ്പോ. രാജ്? മനോജ് രാജിനെ കണ്ടോ? സംസാരം കേട്ട് ഞാൻ മുറിയിലേക്ക് വന്നപ്പോ എന്നെ അകത്തേക്ക് കയറാൻ സമ്മതിച്ചില്ല. എന്നെ പിടിച്ച് പുറത്തേക്ക് തള്ളുമ്പോഴാണ് നീ വീണത്. അപ്പൊ രാജ് എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മനോജിന് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അല്ല, മനോജ് അറിയാതെ എനിക്ക് അങ്ങനൊരു ഫ്രണ്ട്. അതിനെന്താ? നീ അറിയാത്ത എത്രയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട്, ആണും പെണ്ണുമായിട്ട്. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. രാജുമായിട്ടുള്ള സൗഹൃദം നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലേ അത് നല്ലതല്ലേ. അതിനെ ഞാനെന്തിനാ എതിർക്കുന്നത്? ആരുമായിട്ട് നിനക്ക് എന്ത് സൗഹൃദം ഉണ്ടായാലും എനിക്ക് എന്റെ ഭാര്യയെ പൂർണ്ണ വിശ്വാസം. നാളെ സൺഡേ അല്ലേ, നമുക്ക് ഒരുമിച്ച് ഔട്ടിങ്ങിന് പോവാം. ഇപ്പൊ കിടന്നോ. മനോജ്, അങ്ങനെ നമ്മൾ പോകുമ്പോ രാജും കൂടെ വന്നാൽ മനോജിനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, നിന്റെ ഒരു നല്ല സുഹൃത്തുകൂടെ കൂടെ ഉണ്ടാവുന്നത് നല്ലതല്ലേ. ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്.
ഹലോ, രാജല്ലേ? അതെ, രാജൻ ആരാണ്? ഞാൻ മായ, അല്ല ഭാവന. ആര്? ഇന്ന് ഞാനും മനോജും കൂടി ഒരു ഔട്ടിങ്ങിന് പോവാണ്. രാജനെയും വിളിക്കാൻ പറഞ്ഞു. വരല്ലേ? പിന്നെ ഞാൻ വരാട്ടാ, ഉറപ്പായിട്ടും വരാം. ഓ എന്താളിയാ അവളാളിയെ വിളിച്ചത് മായ. എന്തിട്ടാണ് കാര്യം? അവളും മനോജും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഞാനോട് ചെല്ലാൻ പറഞ്ഞളിയാ. അവളും ആരും കൂടെ മനോജും കൂടി. നീ നിന്റെ വക്കീലിന്റെ പേരെന്തിട്ടെന്ന് പറഞ്ഞേ? മനോജ് വക്കീല്. എടാ, അവള് ആ വക്കീലിന്റെ ഭാര്യയാണെന്ന് അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ. ഇത് നിനക്ക് ഉറപ്പായിട്ട് പണി തരാൻ വിളിക്കണം കേട്ടാ. പണിയാവോളിയോ? ഉറപ്പായിട്ട് പണിയാവും. ലിബിയളിയോ? അങ്ങനെ അച്ഛ അവന് 8ന്റെ പണി ഉറപ്പാട്ടാ. സോറി. നീ ഇതെവിടെയായിരുന്നു? ഞാൻ മായയുടെ അടുത്ത്. ഓ, വണ്ടിയല്ലേ മായ? ഭാവന, അതവനളിയാ. വേഗം വണ്ടി വിട്. ഞാൻ ഏറ്റിളിയാ. പോട്ടെ പോട്ടെ പോട്ടളിയാ. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ഏ? മനോജ്, വണ്ടി നിർത്ത വേഗം. മനോജ്, കുറച്ച് ബാക്കിൽ പോ പ്ലീസ്. കുറച്ച് റിവേഴ്സ് എടുക്ക് പ്ലീസ്. എന്താ? പുറകോട്ട് പോ. ഞാൻ പറയാം, കുറച്ച് പുറകോട്ട് പോ. ബാക്ക് എടുത്തിട്ട് നമ്മൾ ഇടിക്കാനാവോ? അളിയാ, CC മുഴുവൻ അടച്ചു തീരാത്ത വണ്ടിയാണ് കേട്ടാ. രാജ്, ഹായ്. നല്ല ആളാ. എന്താ രാവിലെ വീട്ടിലേക്ക് വരാഞ്ഞത്? രാജ് എന്തായാലും വരുമെന്ന് മനോജിനോട് ഞാൻ ഉറപ്പ് പറഞ്ഞതാ. കുറെ നേരം കാത്തു നിന്നിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ഔട്ടിംഗ് അല്ലേ? ഞാനൊരു ശല്യമാവണ്ടെന്ന് കരുതി. രാജ് ഒരു ശല്യോ? എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഇതായി രാജിന്റെ കുഴപ്പം. വരൂ. അളിയൻ ഇതെന്തപ്പോ? ആ, ഫോൺ ചെയ്തപ്പോ ഉറപ്പായിട്ടും വരാന്ന് പറഞ്ഞ ആളാ. ദേ ഇപ്പൊ പറയുന്നില്ലെന്ന്. ഇനി മനോജ് വിളിക്കാഞ്ഞിട്ടാണോ? ഇനി ആ വിഷമം വേണ്ട. മനോജ് വിളിക്കൂ. വിളിക്കൂ മനോജ്. വിളിക്കാം വിളിക്കാം. വരൂ രാജ്, വരൂ. വണ്ടി കയറൂ. വരൂ രാജ്. രാജ് മുന്നിലിരുന്നുള്ളൂ. അത് പറ്റില്ല. നിങ്ങൾ ആണുങ്ങൾ മുന്നിലിരുന്നാ മതി, അല്ല മനോജ്? വരൂ. ദേണ്ടവള് ബാക്കിൽ കയറിയ അളിയ അവരുടക്കിട്ടുണ്ടാവട്ടാ. ചെലപ്പോ നിന്റെ പേര് പറഞ്ഞ് തെറ്റിയതാവട്ടാ. രാജ്, നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയി ലഞ്ച് കഴിച്ചാലോ? ഓ ഷുവർ. മനോജ്, എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ആ വണ്ടി എടുക്ക്. മനോജ്, ആദ്യം നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോവാം. രാജൊന്നും കഴിച്ചിട്ടില്ല. ആണോ? അവര് വിട്ട് വണ്ടി എടുക്കളയാ. വണ്ടി എടുക്ക്. ചവിട്ടിലയാ. വരൂ. പ്ലീസ് കം. ടൗൺ പോലീസ് സ്റ്റേഷൻ അല്ലേ? ശരി സർ, താങ്ക് യു. ഒന്ന് പാർക്ക് ചെയ്തു. ശരി സർ, കയറാം. ഓക്കെ, വരൂ രാജ്. ഞാൻ പറഞ്ഞോളിയാ. എന്തിന്? നമ്മുടെ ടൂൾസ് ഇരിക്കലളിയാ. രാജ്, രാജ് ഇരിക്കൂ.
ഹലോ മാഡം. യെസ്. നമുക്ക് സൂപ്പിൽ തുടങ്ങാം അല്ലേ? എനിക്ക് വെജിറ്റബിൾ സൂപ്പ്. ഓക്കെ. മനോജിനോ? പിന്നെ അത് തന്നെ മതി. ഓക്കെ സർ. രാജ് 3 വെജിറ്റബിൾ സൂപ്പ്. അല്ല, മേക്ക് ഇറ്റ് 2/3 അല്ലേ? 2 പേരിലേ ഉള്ളൂ സർ. 2 ബൗൾ പോരെ? മേക്ക് ഇറ്റ് 2/3. എനിത്തിങ് എൽസ്? വേണ്ട, പിന്നെ പറയാം. ഓക്കെ, താങ്ക് യു സർ. ഞാനൊന്ന് റെസ്റ്റ് റൂമിലേക്ക് പോയിട്ട് വരാം. എക്സ്ക്യൂസ് മീ. തനിക്കെന്താ ഇവിടെ കാര്യം? എന്തുട്ട കാര്യം എന്നാ അസാർ ഭാര്യയോട് ചോദിക്ക്. ആളെ വിളിച്ചല്ലേ വന്നേ? അല്ല, ആളിവിടെ മുള്ളാൻ പോയാ? താനിപ്പോ ഇവിടുന്ന് പോയേ പോ. സാറ് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ വൈഫ് വിളിച്ചത്. നമ്മുടെ ഇനിയിപ്പം അങ്ങനെ ആണല്ല. ഹൈ, ഇവിടെ ഓർഡർ എടുക്കാരില്ലേ? ഒരു ഊണിട്ടാ കൂടെ ഒരു പരിപ്പടേ. അതെ, സാറിന് എന്തുട്ടാ വേണ്ടേ? ഈ ഊണിന്റെ കൂടെ പരിപ്പോടെ ബെസ്റ്റ് ആട്ടാ. ദേ, ആളുകളൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ കിടന്നൊരു വലിയ സീൻ ഉണ്ടാക്കാതെ വേഗം സ്ഥലം ഇടാൻ നോക്ക്. പോ 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 പോ. എന്തുട്ട് സീൻ സാറേ? നമ്മൾ നമ്മുടെ ഭാര്യയുടെ കൂടെ ഇരുന്ന് കുറച്ച് ഫുഡ് ടച്ച് ചെയ്യുന്നത് സീനാ. രാജൻ എഴുന്നേറ്റ്. എന്തുട്ട് എഴുന്നേക്കണോ? ആ, ആളെ മഞ്ഞാക്ക. സാർ എന്തുട്ട് വന്നല്ലോ. ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിട്ട് മതിയേട്ട ബാക്കി കാര്യം. എല്ലാരും ശ്രദ്ധിക്കണട്ടാ. ഇവളുണ്ടല്ല, ഞാൻ ജയിലിൽ കിടന്നപ്പോ പറയട്ടോ എനിക്ക് മനോജ്, എന്താ പ്രശ്നം? എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു. ഇവിടെ ആരുമില്ല ഇയാളെ പിടിച്ചൊന്ന് പുറത്താക്കാൻ. എനിക്ക് പറയാം. ആരായുള്ള മനോജ്? അത് ഏതോ ഒരു ക്രിമിനലാ. സോറി, ഇന്നത്തെ ദിവസം സ്പോയിലായില്ലേ? ആ ഓർഡർ ക്യാൻസൽ ചെയ്തേക്കും. ഓക്കെ സർ. സോറി. രാജ്, ഐ എം വെരി സോറി. നമുക്ക് മറ്റൊരു ദിവസം കൂടാം. ഓക്കെ. വാ.